എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് എഴുതുക. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഉപ്പുമുളക് ലൈറ്റ് എന്ന ഫാമിലി ചാനലിൽ നടന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നടന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ തീരുമാനിച്ചു, ഇനി എന്തായാലും അവരെന്ത് തന്നെ വന്ന് സംസാരിച്ചാലും അവരുടെ വിഷയം സംസാരിക്കേണ്ട, അല്ലെങ്കിൽ വീണ്ടും 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 നമ്മൾ ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കാരണം അവരിപ്പോൾ അവരുടെ മെയിൻ ചാനലായിക്കോട്ടെ, അതിനകത്ത് ആ അച്ഛനും അമ്മയും വന്ന് അവരുടെ ന്യായീകരണം പറയും. അത് കഴിയുമ്പോഴേക്കും അവരുടെ മൂത്ത മകൾ അവരുടെ ചാനലിൽ വന്നിട്ട് അവരുടെ ന്യായീകരണം പറയും. ഇളയ മകൾ ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ കുട്ടിയും പറയും. ഇതിങ്ങനെ ലൂപ്പ് പോലെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് കേൾക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ചില യൂട്യൂബേഴ്സ് ഇതിൽ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അവരാരെയാണോ വിളിക്കുന്നത് ആ വിളിക്കുന്ന വ്യക്തി പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിക്കും. ഇവരാരെയും വിളിക്കാത്തത് കൊണ്ട് തന്നെ ഈ 3 പേരുടെ ഭാഗത്തും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വേർഷൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം ഇതൊന്നുമല്ല. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ യൂട്യൂബേഴ്സിൽ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയിലെ അച്ഛനെയും അമ്മയും വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് സിജോ ടോക്സിലെ സിജോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ശരിക്കും കുറെ കാലം മുൻപ് വരെ റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ ഇടയിൽ കത്തിക്കയറി നിന്നൊരു വ്യക്തിയാണ് സിജോ. ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ പിന്നെ ഫാമിലി മാൻ ആയപ്പോൾ സിജോ ഫാമിലി വ്ളോഗേഴ്സിന്റെ അപ്പോസ്റ്റലായിട്ട് അവതരിച്ചിരിക്കുകയാണ്. ഇന്നലെ സിജോയുടെ ചാനലിനകത്ത് വളരെ ശക്തമായിട്ട് റിയാക്ഷൻ വ്ളോഗേഴ്സിനെയൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ആ ഫാമിലി, നിങ്ങളെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ആ ഫാമിലിയെ വിളിച്ച് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം സംസാരിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിയാക്ഷൻ വ്ളോഗേഴ്സിനെയൊക്കെ അടച്ചൊക്കെ വിമർശിക്കുകയായിരുന്നു. അതിനകത്ത് അനന്തുവിന്റെ പേരെടുത്ത് പറയുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരാളുടെ പേരെടുത്ത് പറയുമ്പോൾ അയാളുടെ റിയാക്ട് ചെയ്യും. അനന്തു ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്തു. ആ റിയാക്ഷൻ പക്ഷെ ഒരു ഒന്നൊന്നര റിയാക്ഷൻ ആയിരുന്നു. അനന്തു ഹാറ്റ്സ് ഓഫ്. ശരിക്കും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചപ്പോൾ അതിനൊരാളുടെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? സിജോയ്ക്ക് കിട്ടേണ്ടത് കിട്ടി. ഈ ചത്ത് കിടക്കുന്നവനെ വീണ്ടും പുറത്ത് കയറി അടിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സിജോ മച്ചാൻ ഇന്നലെ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്കത് കേൾക്കാം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ചാനലിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കാം. ഹായ്, ഞാൻ നിങ്ങളുടെ സിജോയാണ്. ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾ കുറേ പേർക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ചാനലിൽ അവരുടെ ഇളയ മകളായിട്ട്, 2ാമത്തെ മകളായിട്ടുള്ള നന്ദൂസ് വ്ലോഗ്, ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഫാമിലിയെ, ഉപ്പുമുളക് ലൈറ്റിലെ അച്ഛനെയും അമ്മയും എതിർത്തുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ട്, സത്യാവസ്ഥ മനസ്സിലാക്കാതെ കാഞ്ചം പൂഞ്ചം കുറെ ആൾക്കാർ വീഡിയോസ് ചെയ്യുകയും അവർക്ക് തോന്നിയ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഒളിച്ചോടി പോയി, അതിന് അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഈ വായി തോന്നിയത് എവിടത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിളിച്ച് പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം. വായിൽ തോന്നിയ വിവരക്കേട് വിളിച്ച് പറയുന്ന ചില റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വായി തോന്നുന്നത് എവിടത്തെയോ പാട്ട് എന്ന രീതിയിൽ എന്നാണ് സിജോ മച്ചാൻ പറയുന്നത്. നമുക്ക് കുറച്ചു കാലം പുറകിലേക്ക് പോയാലോ? അതായത് ഈ റോക്കിയുടെയൊക്കെ തല്ല് കിട്ടുന്നതിന് മുൻപ് ഈ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ ആദ്യത്തെ കുട്ടി ഇതുപോലെ പോയ സമയത്ത് ഇതേ സിജോ മച്ചാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ തമ്പനെയിൽ ആദ്യം ഒന്ന് പറയാം. ഒന്നാമത്തെ വീഡിയോ ഒരു കൂതറ ഒളിച്ചോട്ടവും നാറിയ ന്യായീകരണവും. അത് കാശുണ്ടാക്കാനും ചാനൽ റീച്ച് കൂട്ടാനും ഇമാതിരി നാറിയ പരിപാടി ചെയ്യരുത്. വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും നാട്ടുകാരുടെ മുന്നിൽ വീഡിയോ ആക്കുമ്പോൾ ഫാമിലി വ്ളോഗിന്റെ പേരിൽ കുറ്റപ്പെടുത്തലും നാടകം കളിയും നിലവാരത്തിലേക്ക് ബാക്കിയുണ്ട്. അവിടെ വെറുതെ ഞങ്ങൾ മക്കളെയും മരുമകനെയും കുറെ കുറ്റം പറഞ്ഞു, കൂടെ നിന്ന് സോ ആൻഡ് സോ. അപ്പൊ ഇങ്ങനെ 5ഓളം വീഡിയോയാണ് സിജോ മച്ചാൻ അന്ന് ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്ന വീഡിയോസ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത സിജോ മച്ചാനാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ സിജോ മച്ചാൻ ഇവരെ വിളിച്ച് അന്വേഷിച്ചിട്ടാണോ ചെയ്തത്, അതോ വായി തോന്നിയത് മറ്റേടത്തെ പാട്ട് പോലെ ആണോ ചെയ്തത്? എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും സിജോ മച്ചാൻ പറയുന്ന ആ വീഡിയോക്കകത്തുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന്
കേൾക്കാം. ഇപ്പൊ ഇങ്ങനെ പറയുന്നുള്ളൂ, ഏതാ ആ അച്ഛനും അമ്മയും എല്ലാവരും വിമർശിക്കുന്നു, വിളിച്ച് അന്വേഷിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ മച്ചാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മച്ചാൻ പണ്ട് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കാതോർത്ത് കേട്ടിട്ട് വരാം. കാര്യം എന്താണെന്ന് അറിയാം. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ കണ്ട ആ അച്ഛന്റെയും അമ്മയുടെയും മകള് 20 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നു എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി, അവളിപ്പോൾ ഒളിച്ചൂടി പോയി. അവരുടെ കാമുകന്റെ കൂടെ ഷെബിൻ എന്നാണ് അതിന്റെ പേര്, അവന്റെ കൂടെ ഒളിച്ചൂടി പോയി കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചാനലിൽ ആ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ അമ്മയുടെ സങ്കടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 10-14 ലക്ഷം വ്യൂസ് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു അച്ഛന്റെ അമ്മയുടെ സങ്കടമാണ്. ഇപ്പോൾ ഒരു മോള് ഒളിച്ചൂടി പോകുക എന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകുന്നത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ആ സങ്കടത്തെ മാനിക്കണം. പക്ഷേ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സിനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് കണ്ണിൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം മാത്രമേ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിലേതാണ് സിജോ? അതായത് 2 വർഷം മുൻപ് പൊന്നൂസ് പോയ സമയത്ത് സിജോ പറഞ്ഞത് അവരുടെ സെന്റിമെന്റ്സ് കയറി പിടിച്ച് സംസാരിക്കണം നമുക്ക് പറ്റത്തില്ല, നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നു, അപ്പൊ നീ ആരടാ ചോദിക്കാൻ എന്നും പറഞ്ഞിട്ട് ഒരുത്തനും വരേണ്ട കാര്യമില്ല എന്നാണ് സിജോ മച്ചാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചോ, നിങ്ങൾ അവരോട് സംസാരിച്ചോ, അവരുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണോ വീഡിയോ ചെയ്യുന്നത്? ഒരു തല്ല് കിട്ടിയപ്പോൾ ഇതൊന്നും മച്ചാൻ ഓർത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമുക്ക് ബാക്കി അളിയൻ എന്താ പറയാനുള്ളത് നോക്കാം. എനിവേ, ഈ പെൺകുട്ടി ഒളിച്ചോടി പോയപ്പോഴത്തേക്കും എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലിയും കുറ്റം പറയുന്നു. അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്ന് അറിയാം, എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അവരെ വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് ഞാൻ അന്വേഷിച്ചു. അതാണല്ലോ മര്യാദ. സിജു അങ്ങോട്ട് വിളിച്ചോ? ഐ കാൺ ബിലീവ് ഇറ്റ്. ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയിലെ അച്ഛനും അമ്മയും ചേർന്ന് കുറച്ച് യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് സായി ആണ്, സീക്രട്ട് ഏജന്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഡാനി സത്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു, ഗോപുരം മച്ചാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു, മൂപ്പൻസ് ബ്ലോഗിലെ ശരത്തേട്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. അക്കൂട്ടത്തിൽ സിജോനെയും അവർ വിളിച്ചു. കാരണം അത്യാവശ്യം റീച്ചുള്ള ചാനലുകളെയാണ് അവർ വിളിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന യൂട്യൂബേഴ്സിന് കാര്യം മനസ്സിലാവുകയും ഇവരെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുകയും ചെയ്യുമെന്ന് അവർക്കറിയാം. അതിലവർ ഒരു 99% വരെ സക്സസ് ആവുകയും ചെയ്തു. കാരണം ഈ വിളിച്ചവരെല്ലാവരെയും അവർ കൺവിൻസ് ചെയ്തു. അവരെല്ലാവരും തന്നെ തലേ ദിവസം വരെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞിരുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇവരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇവരെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നു. കാരണം ആ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഇവർക്ക് തോന്നിയതുകൊണ്ട്. അതേസമയം ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ആ ഇറങ്ങിപ്പോയ കുട്ടിയെ ഒന്ന് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ, 2 ഭാഗവും കേട്ടിട്ട് സംസാരിക്കുന്നു എന്നെങ്കിലും പറയാൻ പറ്റും. ആ കുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ തെറ്റുണ്ടായി, പക്ഷെ ആ കുട്ടിയോടും കൂടി സംസാരിച്ച് ആ കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇതിൽ ആരാണ് ശരിക്കും സത്യം പറയുന്നതെന്നുള്ളത് ഒരു പരിധിവരെയൊക്കെ മനസ്സിലാവും. ഇത് ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരു ഭാഗത്തെ മാത്രം ന്യായീകരിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ആ അച്ഛനും അമ്മയുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകും, പക്ഷേ അപ്പുറത്തെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇനി ഇവിടെ മച്ചാൻ പറയുന്നത് എന്താണ്? മച്ചാൻ അങ്ങോട്ട് വിളിച്ചു, നെവർ. അവരിങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്ക് ഇന്നലത്തോട് മതിയായിട്ടുണ്ടാവും, ചെകുത്താന്റെ കയ്യിലാണല്ലോ ഞങ്ങൾ വടി കൊടുത്തത് അടിക്കാൻ വേണ്ടി എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. കാരണം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ക്ലിപ്പുകളുണ്ട്, അതിനകത്ത് ഇത്രയും മോശമായിട്ട് ഒരു യൂട്യൂബറും ഒരു റിയാക്ഷൻ വ്ളോഗറും ഒരാളെ കുറിച്ചും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെയൊക്കെ അറിവിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് വളരെ മോശമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. വളരെ മോശമായിട്ട് ചിലരുടെ ഫാമിലിയെയും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫും എല്ലാം വലിച്ചു കീറി ഒട്ടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് അതുക്കും മേലെയാണ്. ഇത്രയും വൾഗർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അതൊക്കെ വരുന്നുണ്ട്, ആ വാക്കുകളൊക്കെ വരുന്നുണ്ട്. വൾഗർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ വ്ളോഗർ ഞാൻ കണ്ടിട്ടില്ല. ഇത് പണ്ടത്തെ സിജോയാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്. പക്ഷെ ഇപ്പോഴത്തെ സിജോ ഭയങ്കര അപ്പോസ്തലനാണ്, പുണ്യാളനാണ്, തെറ്റ് ചെയ്യാത്ത, തെറ്റിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുന്ന നന്മമരമാണ്. ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ, സിജോയുടെ ഇന്നലത്തെ വീഡിയോയും അത് കഴിഞ്ഞിട്ട് അനന്തു ചെയ്ത വീഡിയോയും കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ക്യാരക്ടറുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും അമർ അക്ബർ അന്തോണി എന്ന സിനിമ. ആ സിനിമയ്ക്കകത്ത് രമേശേട്ടൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട്, രമേശ് പിഷാരടി. നല്ലവനായ ഉണ്ണി പുറമെ ഭയങ്കര മാന്യനാണ്, പക്ഷെ വീട്ടിൽ കഞ്ചാവ് ചെടിയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. പുറമെ ഭയങ്കര മാന്യൻ, എന്നെപ്പോലെ നിഷ്കളങ്കനും സൽസ്വഭാവിയുമായ വേറൊരു ചെറുപ്പക്കാരൻ ഈ രാജ്യത്തേ ഇല്ല. പക്ഷെ പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ ആശാൻ അങ്ങ് മറന്നുപോയി. എന്തായാലും ഇന്നലത്തേന് ശേഷം ആശാൻ ഇതുവരെ ബോധം വന്നിട്ടില്ലെന്നാണ് കരക്കമ്പി. ഇനി എന്ന് ബോധം വരുമോ, എന്ന് മേളിയും താഴേക്ക് ഇറങ്ങുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. കാരണം ഈ പുറത്ത് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ
ചുമ്മാ തോന്നുന്നത് പറയുന്നൊന്നും അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ ഫാമിലിയിൽ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു മകളെ നീ ഒളിച്ചൂടി പൊക്കോടി എന്നിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കത്തില്ല. ബോധമുള്ള ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ഈ പെൺകുട്ടിയുടെ 19 വയസ്സാണ് അവർക്ക് പ്രായമുള്ളത്. 19ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തീരുമാനിച്ചത് ആ വീട്ടുകാരുടെ തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് അതിനോട് ഒരു യോജിപ്പും ഇല്ല 19 വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും വേറൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ പറയാം എനിക്കിപ്പോൾ വിവാഹം വേണ്ടാന്നുള്ളത്. അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി വിവാഹം ഉറപ്പിച്ചിരുന്ന ആ പയ്യനുമായിട്ട് മെയ് 3 വിവാഹം നടക്കേണ്ടതാ. അവനായിട്ട് അങ്ങ് ഒളിച്ചോടി പോവുകയും ചെയ്യും. സിജോയുടെ ചോദ്യം, ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിക്ക് കല്യാണം തീരുമാനിച്ചത് ആരാണ്? ആ പെൺകുട്ടി പോയി പറയല്ല എനിക്ക് അയാളെ കല്യാണം കഴിക്കണമെന്ന് പോയി പറഞ്ഞിട്ടില്ല. ഇവർ തന്നെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് എൻഗേജ്മെന്റ് നടത്തിയ ഒരു ചെക്കൻ അവന്റെ കൂടെ തന്നെയല്ലേ അവൾ ഒളിച്ചോടിയെങ്കിൽ തന്നെ ഇനി അവളുടെ ലൈഫ് എങ്ങനെ ആയിക്കോട്ടെ അത് അവളാണ് തീരുമാനിക്കുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയെങ്കിൽ അത് അവളാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇറങ്ങിപ്പോയതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അച്ഛനമ്മയുടെയും വേദന കാണാണ്ട് ഇറങ്ങിപ്പോയതിനോട് ഞാൻ യോജിക്കുന്നില്ല, പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ അതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് പല വീഡിയോസും പുറത്ത് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ കുടുംബത്തെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേട്ട കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളുമല്ല. അപ്പൊ അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാനത് എന്റെ നാവ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ പല ഫാമിലിയിൽ നമ്മൾ കാണുന്നുണ്ട് 19 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിയെ പിടിച്ച് കല്യാണം കഴിച്ചു വിടും. ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധിച്ച് അച്ഛൻ ആത്മഹത്യ ചെയ്ത് കളയും, അല്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്ത് കളയും. ഈ കല്യാണത്തിന് നീ സമ്മതിച്ചേ പറ്റൂ. അപ്പൊ ആ കുട്ടി പറയണം ഇല്ല എനിക്ക് മറ്റൊരാൾ ഇഷ്ടമുണ്ട്, അത് നടക്കത്തില്ല, അത് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ നടക്കത്തില്ല, ഇല്ലെങ്കിൽ നീ ഞങ്ങളെ ശവം കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഏതൊരു പെൺകുട്ടിയെ സമ്മതിക്കും? ഇവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പൊ സിജോ അവരെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചാണല്ലോ. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ സിജോയ്ക്കും അറിയത്തുള്ളൂ. ഇതിൽ എന്താ നടന്നെന്നുള്ളത് സിജോയ്ക്കും വ്യക്തമായിട്ട് ധാരണയില്ല. ഈ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അവർ പറഞ്ഞത് സത്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അവര് മണ്ഡപം ബുക്ക് ചെയ്തതിന്റെയും സ്വർണം എടുക്കാൻ നോക്കുന്നതിന്റെയും അല്ലെങ്കിൽ സ്വർണം എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതിന്റെയും എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് അവരെനിക്ക് കാണിച്ചു തന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ കളിയാക്കുന്നതിനോടോ അല്ലെങ്കിൽ അവരെ കാര്യം അറിയാണ്ട് വിമർശിക്കുന്നതിനോടോ ഒരു യോജിപ്പുമില്ല. കാര്യം അറിയാതെ വിമർശിക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല. സിജോയുടെ പഴയ ഒരു വീഡിയോ കണ്ടാലോ? ഓക്കെ, ഞാൻ നിങ്ങളുടെ സിജോ ആണ്. അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉപ്പും മുളകും ലൈറ്റ് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവർ തന്നെ നാട്ടുകാരെ മൊത്തത്തിൽ ഇങ്ങനെ വിളംബരം കൊട്ടി അറിയിക്കുന്നതുകൊണ്ട് പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളും ആ കൂട്ടത്തിൽ വീഡിയോ ചെയ്യുകയാണ്. രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ആ വീട്ടുകാരെ പരസ്യമാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയയുടെ അകത്ത് നടക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അത്രയും ഇവിടെ റിയാക്ഷൻ വ്ലോഗേഴ്സും ചെയ്തിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് നടക്കുന്ന സംഭവം ആയതുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിച്ചത് കൊണ്ട് അതിന്റെ പ്രതികരിക്കാനുള്ള റൈറ്റ് സിജോയ്ക്ക് പണ്ടുണ്ടായിരുന്ന പോലെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. അതേ എല്ലാവരും ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിരുന്ന് സംസാരിക്കാതിരിക്കണമായിരുന്നു. അത് ഈ അച്ഛനമ്മ ആയിക്കോട്ടെ മക്കളും ആയിക്കോട്ടെ. ഈ വിഷയം ആരും അറിയാതെ ഒതുക്കി വെക്കണമായിരുന്നു. ചെയ്തില്ലല്ലോ. അപ്പൊ എന്നിട്ട് പിന്നെ വന്നിരുന്നിട്ട് അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം ഞങ്ങളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി എന്തിനാ പെൺകുട്ടി ഒളിച്ചോടി പോയി? വിവാഹം ഉറപ്പിച്ചിരുന്ന ആ പയ്യന്റെ കൂടെ തന്നെ എന്തിനു ഒളിച്ചോടി പോയി? അതിന്റെ റീസൺ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഫാമിലി പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അത് അവരുടെ ഫാമിലി കാര്യമാണ്. ഞാനത് വിളിച്ച് പറയുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്കത് പറയാനായിട്ട് പറ്റില്ല. അത് എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. ഗോപുരമച്ചൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൂപ്പൻസ് വ്ലോഗ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. ആ കാര്യം ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് പലരും റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഗോപുരമച്ചൻ ആയാലും അതുപോലെ രാജ് ടോക്സ് രാജേട്ടനാണെങ്കിലൊക്കെ ഈ കാര്യം എന്താണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞു. അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ആ ഫാമിലി അത് പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ മൂത്ത മകൾ വന്ന് എന്തൊക്കെയോ വിളമ്പുന്നുണ്ട് അവരുടെ ചാനലിൽ. അത് കേട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഗോപുരമച്ചൻ ആ വിഷയം സംസാരിച്ചത്. അദ്ദേഹം അറിഞ്ഞ കാര്യം ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക് സംസാരിച്ചത്. ഇനി നമുക്ക് സിജോയുടെ അടുത്ത 2 വീഡിയോ കൂടി കണ്ടിട്ട് ഈ കലാപരിപാടി അവസാനിപ്പിക്കാം. നിനക്ക് എന്താണ് അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടാനായിട്ട് നീ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവര് ഒരു ഫാമിലി വ്ലോഗ് അവരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചു കൂവി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം. പ്രതികരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, അഭിപ്രായം പറയാം. ആ അഭിപ്രായമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അപ്പൊ ഈ പെൺകുട്ടി ഒളിച്ചോടി പോകാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണ്. അപ്പോ കുറച്ചു മുന്നേ സിജോ പറഞ്ഞത് ആ അച്ഛനെയും അമ്മയും ആവശ്യമില്ലാണ്ട് എല്ലാവരും ക്രൂശിക്കുന്നു, വിമർശിക്കുന്നു, കുറ്റം പറയുന്നു. ഈ പെൺകുട്ടിക്ക് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. പക്ഷെ ഓൾറെഡി നന്ദൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അവർക്ക് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ.
ഇവിടെ പക്ഷേ സിജോ പറയുന്നത് മൂത്ത കുട്ടി ഇറങ്ങിപ്പോകാനുള്ള കാരണം ആ അച്ഛന്റെ അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണെന്നാണ് പറയുന്നത്. എനിവേ ഇതെല്ലാം മാറി തിരിഞ്ഞ് വരുന്നത് എപ്പോഴാണ്? ഒരു 1-2 മാസം കഴിയട്ടെ. ഇനി നന്ദന ശരിക്കും ഒരു ഫാന്റസി വേൾഡിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ആ കുട്ടിയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവരൊക്കെ തന്നെ അത് അവരുടെ ചാനലിൽ കൂടിയൊക്കെ പുറത്ത് കാണിക്കും. നമുക്ക് എന്തായാലും സിജോയുടെ ബാക്കി ചില വീഡിയോസ് കൂടെ ഒന്ന് കണ്ടാലോ. എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വേറൊരു വീഡിയോ ഇടുന്നു. പിന്നെ പാർട്ട് 1 പാർട്ട് 2 ഇങ്ങനെ വിളിക്കാം. സത്യം പറഞ്ഞാൽ ഈ നാണം കെട്ട് കാശുണ്ടാക്കാൻ നടത്തി മകൾ ഒളിച്ചോടി പോയി. ഓക്കെ, അത് വീഡിയോ നാട്ടുകാർ അറിയിച്ചു, സമർപ്പിക്കുന്നു. ആ മകൾ പ്രതികരിക്കുന്നു. അവിടെ കൊണ്ട് നിർത്തേണ്ട കേസാണ് പറഞ്ഞുകൊണ്ട് കെട്ടിയ പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാണും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അവൾ മൂഞ്ചി തൊഴിച്ച് ജീവിക്കണം എന്നാണ് ഈ വീട്ടിൽ ചിന്തിക്കുന്നത്. ഇവർക്ക് ഇത് സാമ്പത്തിക വളരെ വിഷയം. പക്ഷേ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബിൽ റവന്യൂ കിട്ടുന്ന പരസ്യം വരുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ പരസ്യം വരുന്നത് റവന്യൂ ഓൺ അല്ലെങ്കിൽ യൂട്യൂബ് ആഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ വീഡിയോ ഓൾറെഡി മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീഡിയോക്ക് പ്രത്യേകിച്ച് അതിന്റെ സാമ്പത്തികം കിട്ടുന്ന റവന്യൂ കിട്ടുന്ന ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ 14 ലക്ഷം വ്യൂസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കുറെ സബ് കയറും, ഇവർ കുറെ സാമ്പത്തികം കിട്ടും. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള പറയാൻ സാധിക്കില്ല. അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോക്ക് അത്രയും കമ്പനിയിൽ കൊടുത്ത് ഒരു ഇൻട്രോ കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സിജോ മച്ചാനെ, എനിക്ക് മച്ചാനോട് പറയാനുള്ള ഒരു കാര്യം, അനന്തുവിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഉപദേശവും ഒരുമിച്ച് വേണ്ട. നിങ്ങളിപ്പോ ഫാമിലി ഒക്കെ ആയപ്പോ നിങ്ങൾ കല്യാണം കഴിച്ചു, ഫാമിലിയൊക്കെ ആയി, വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു. അപ്പോ ഫാമിലി വ്ളോഗേഴ്സിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കളയാം. റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം പുച്ഛം. അതാണ് ഇന്നലത്തെ സിജോയുടെ വീഡിയോയ്ക്കകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്. എന്നെ കവിഞ്ഞ് വേറൊരു റിയാക്ഷൻ വ്ളോഗർ ഈ യൂട്യൂബ് യൂണിവേഴ്സിൽ വേണ്ട എന്ന രീതിക്കാണ് ഇന്നലെ സിജോ വീഡിയോ ചെയ്തേക്കുന്നത്. അതിനുള്ളത് വളരെ വ്യക്തമായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും താഴേക്ക് വന്നിട്ട് സമാധാനമായിട്ട് പഴയ വീഡിയോസിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഉൾട്ടയായിട്ട് എന്തെങ്കിലുമൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തതിനു ശേഷം സംസാരിച്ചാൽ ഇത്തരത്തിൽ ഏറിൽ പോയിന്റ് വരില്ല. അപ്പോ റോക്കി സ്ലാബ്സിന് മുൻപും റോക്കി സ്ലാബ്സിന് ശേഷവും ഉള്ള സിജോനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.